ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ കുറേ ആയി വീഡിയോസൊക്കെ ചെയ്തിട്ട് അല്ലേ. ഇപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിനിടയിൽ നല്ല മടിയൊക്കെയാണ് വീഡിയോ ചെയ്യാൻ. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ ലെവലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ബാഗ്സിൻ്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു 5 ബാഗാണുള്ളത്. എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബാഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാഗ് വന്നിട്ട് ഇതാണ് കേട്ടോ. നല്ല ക്രീം കളറിൽ വന്നിട്ടുള്ള ഈ ഒരു ബാഗാണ്. സോളിഡ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് കേട്ടോ ബാഗ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ ബ്ലാക്ക് കളറും അവൈലബിൾ ആണ്. ഞാൻ ഈ ഒരു കളറായിരുന്നു കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഒരു സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒറ്റ കമ്പാർട്ട്മെൻറ്റാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു സിബ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബാഗ് തന്നെയാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലുമാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സ്ട്രാപ്പ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 335 ആണ് കേട്ടോ. ഞാൻ പർച്ചേസ് ചെയ്ത സമയത്ത് 350 ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. കറൻറ്റ്ലി ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 335 ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും പർച്ചേസ് ചെയ്യുക. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. നല്ല ബ്ലാക്ക് കളറിലുള്ള ഒരു ബാഗാണ്. നമ്മൾ പിക്ചറിൽ കാണുന്ന സമയത്ത് ഇതിനെക്കാട്ടിലും വലിപ്പം തോന്നിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അത്രക്ക് ഇങ്ങോട്ടില്ല, ചെറിയൊരു ബാഗാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ 3 കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ബ്ലാക്കും ബ്രൗണും ബ്ലാക്കും യെല്ലോ അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു 3 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒറ്റ കമ്പാർട്ട്മെൻറ്റേ വരുന്നുള്ളൂ. ബാക്ക് സൈഡൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. പിന്നെ ഇവിടെ ഈ ഒരൊറ്റ കമ്പാർട്ട്മെൻറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബാഗ് തന്നെയാണ് കേട്ടോ ഇതും. പിന്നെ ഇതും അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് വലുപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 290 ആണ് കേട്ടോ. ആ ഒരു റേറ്റിനുള്ള ക്വാളിറ്റി ഒക്കെ ഇതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും പർച്ചേസ് ചെയ്യുക. ലിങ്ക് എന്തായാലും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. നല്ല ഗുഡ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ബാഗാണിത്. ഗ്രീൻ കളറിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ 4 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഞാൻ ഈ ഒരു കളറായിരുന്നു കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയും ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു വള്ളി കൊടുത്തിട്ടുണ്ട്. ഇത് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ചെറിയ വള്ളി കൂടെ ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വള്ളി കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ 2 കമ്പാർട്ട്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. സിബൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബാഗ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 362 കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതിനുള്ള ഒരു ക്വാളിറ്റി ഇതുണ്ട്. അതുകൊണ്ടായിരിക്കും അത്ര റേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ നല്ല വലുപ്പമൊന്നുമില്ല, ചെറിയൊരു ബാഗാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും പർച്ചേസ് ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. വീണ്ടും ഒരു ക്രീം കളറുള്ള ഒരു ബാഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ബ്ലാക്കും അവൈലബിൾ ആണ്. പക്ഷെ ഒന്നും കൂടി ഭംഗി ഇതാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ്. ഇവിടെ ഒരു സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട് ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരൊറ്റ സിബാണ് കേട്ടോ അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലെതറാണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഇത് അഡ്ജസ്റ്റബിൾ ആണ്. ഇവിടെ ഇത് അഡ്ജസ്റ്റബിൾ ആണ്. ഇവിടെ ചെറിയൊരു ചെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. ബാക്കി പോർഷൻ ഇങ്ങനെയും ഇവിടെ ചെറിയൊരു ചെയിനുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 200 രൂപയാണ് കേട്ടോ. ആ ഒരു റേറ്റിന് വലിയ കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും പർച്ചേസ് ചെയ്യുക. ലിങ്ക് എന്തായാലും താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് പ്രൊഡക്റ്റ് കാണാം അല്ലേ. അപ്പം നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടി ബാഗാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു കളർ കൂടെ അവൈലബിൾ ആണ്, ടാൻ എന്ന് പറഞ്ഞിട്ടുള്ള. ഞാൻ ഈ ഒരു ബ്ലാക്ക് ആയിരുന്നു കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രാപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പോർഷനൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്.
അപ്പോൾ ഇവിടെ ഇതാ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ സിബോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഉള്ളിൽ ചെറിയൊരു സിബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി പോർഷൻ ഇങ്ങനെയാണ് കിടക്കുന്നുള്ളത്. അത്യാവശ്യം സ്പേസുള്ള ഒരു ബാഗ് തന്നെയാണ് കേട്ടോ. ഇതും ചെറിയൊരു കുട്ടി ബാഗാണ്. അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 270 കേട്ടോ. അതിനുള്ള പക്ക ക്വാളിറ്റി ഇതുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക. പിന്നെ കുറേ ദിവസത്തിന് ശേഷം എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ എൻ്റെ വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം ഒന്ന് ഇഗ്നോർ ചെയ്യുക. ഇൻഷാല്ലാ വരുന്ന വീഡിയോയിലൊക്കെ ഞാൻ എന്തായാലും കറക്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്താ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.